ഇതൊക്കെ ഇരിക്കേണ്ട സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഒരു ഫോറസ്റ്റ് ആംബിയൻസും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു സ്ഥലമാണ്. ഹായ് നമസ്തേ. അത് നമ്മളെ ചോളാണ് കേട്ടോ ഈ കാണുന്നത് സംഭവം. എന്തായാലും അടിപൊളിയാക്കിയിട്ട് ഇവരൊരു സെറ്റപ്പ്. സ്വർഗം എന്താണോ നമുക്ക് കാണാം കേട്ടോ. സ്വർഗമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ ഒരു റാബറ്റ്. ഓക്കെ, ഗ്രീനറി കൊണ്ടും ആൾക്കാരുടെ സ്വഭാവം കൊണ്ടും നല്ലൊരു സ്ഥലമാണ്. പക്ഷേ ഒരു ബഡ്ജറ്റ് യാത്ര നടത്തുന്നവർക്ക് സിക്കിം പോസിബിൾ ആണോ ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അല്ലാന്ന് പറയും. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പർവ്വതനിരകളാൽ നിറഞ്ഞ വടക്കേ ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിമിൻ്റെ തലസ്ഥാനമാണ് മനോഹരമായ ഗാംഗ്ടോക്ക് എന്ന് പറയുന്നത്. 1840കളിൽ ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായി സ്ഥാപിതമായ ഈ നഗരം ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചതിനു ശേഷം ഒരു സ്വതന്ത്ര രാജവാഴ്ചയുടെ തലസ്ഥാനമായി മാറി. എന്നാൽ 1975-ൽ ഇന്ത്യയിൽ ചേർന്നു. ഇന്നിതൊരു ടിബറ്റൻ ബുദ്ധമത കേന്ദ്രമായി തുടരുന്നു. ഗാംഗ്ടോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഒരു സംസ്ഥാനത്തിൻ്റെ രാജധാനി എന്ന് പറയുന്നത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും എന്നതിനൊരു ഉദാഹരണമാണ് സിക്കിമിലെ രാജധാനിയായ ഗാംഗ്ടോക്ക്. കാരണം റോഡ് എന്ന് പറയുന്നത് വേറെയാണ്. ആൾക്കാർക്ക് റോഡ് സൈഡിലൂടെ നടന്നു പോകേണ്ട ആവശ്യമില്ല. അതായത് ജനങ്ങൾ കൂട്ടത്തോടെ റോഡ് സൈഡിലൂടെ നടന്നു പോയാൽ വരെ ഇവിടെ ഫൈനാണ്. അതിനു വേണ്ടിയാണ് ഗവൺമെൻറ് ഇവിടെ കൈവരികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നടന്നു പോകാൻ വേണ്ടി വേറെ തന്നൊരു പാതകളും ആ പാതകൾക്ക് സൈഡിലൂടെ പൂക്കളുകൾ നിറഞ്ഞ ഒരു കൈവരിയും. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ ഈ ഒരു പട്ടണം. അതായത് ലോകത്തിലെ 3ാമത്തെ വലിയ കൊടുമുടിയായ കാഞ്ചൻജംഗയുടെ നാടാണ് സിക്കിം എന്ന് പറയുന്നത്. എല്ലാ ഏരിയകളിലും CCTVയും കൂടാതെ തന്നെ ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് ഡ്യൂട്ടിയുമുണ്ട്. ഇപ്പോൾ സിക്കിമിൽ ഇലക്ഷനാണ്, അതുകൊണ്ട് തന്നെ നിയമങ്ങൾ വളരെ കർശനമാണ്. ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർക്കും ഫോറിൻ കൺട്രിയിൽ നിന്നും വരുന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ നിയമങ്ങൾ ഇവിടെയുണ്ട്. അതായത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്ന് വോട്ടർ ID ആണ്. സിക്കിമിൽ ആധാർ കാർഡിനെക്കാട്ടിയും വാല്യൂ ഉള്ളത് വോട്ടർ IDക്കാണ്. പക്ഷേ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ വേണ്ടതായിട്ടുണ്ട്. ആധാർ കാർഡ്, വോട്ടർ ID, ലൈസൻസ്, ഇത് 3ഉം സിക്കിമിലൂടെ യാത്ര ചെയ്യാൻ ആവശ്യമാണ്. കൂടാതെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ അത്രയും ക്ലീനാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക് മാലിന്യം കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന്. അത് തന്നെയാണ് എന്നെ സിക്കിമുമായി താരതമ്യം ചെയ്യുമ്പം അത്ഭുതപ്പെടുത്തൊരു കാര്യം. ഇതൊക്കെ ഇവിടുത്തെ ടാക്സി സർവീസാണ്. കൂടാതെ തന്നെ നാഷണൽ ഹൈവേ ആണ് കാണുന്നത്. പട്ടണത്തിന് നടുവിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ. വാഹനങ്ങൾക്കൊക്കെ ഒരു നിയമമുണ്ട്. അതായത് ഓവർടേക്ക് പാടില്ല. ഓവർടേക്ക് ചെയ്ത വാഹനത്തിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. കൂടാതെ തന്നെ ടൗൺ ഏരിയകളിലാണ് ഇവിടെ ഗവൺമെൻറ് ബസ് നമുക്ക് ലഭിക്കുക. അത് കഴിഞ്ഞാൽ മൊത്തം പ്രൈവറ്റ് ടാക്സികളാണ്. ടാക്സികളുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെ ഇവിടെയുണ്ട്. അവരെ നമ്മൾക്ക് തോൽപ്പിക്കാനോ അവരോട് നമുക്ക് പറ്റിപ്പിക്കാനോ ഒന്നും കഴിയത്തില്ല. കാരണം അവരൊരു വലിയൊരു സംഘടന തന്നെയാണ്. ഇതാണ് സിക്കിമിലെ ഗവൺമെൻറ് ബസ് എന്ന് പറയുന്നത്. നമുക്ക് സിക്കിമിലെ ഗാംഗ്ടോക്കിലേക്കും അതായത് നേപ്പാൾ ബോർഡറിലേക്കും ഭൂട്ടാൻ ബോർഡറിലേക്കും ഇവിടെ നിന്നും ബസ് ലഭിക്കുന്നതാണ്. എത്ര വലിയ പട്ടണമാണെന്ന് നോക്കിയ ഗാംഗ്ടോക്ക് എന്ന് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറകളും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സിക്കിം വളരെ മുന്നിലാണെന്നും എനിക്ക് പറയാൻ സാധിക്കും. കാരണം കുറേ സംസ്ഥാനങ്ങളിലെ രാജധാനിയിലൂടെ യാത്ര ചെയ്തതിൽ വെച്ച് സിക്കിമിലെ രാജധാനി എന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തി. ഇവിടെ ആൾക്കാരൊക്കെ എത്ര സന്തോഷത്തോടെയാണ് പോകുന്നത്. നമുക്ക് റോഡിലിറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. ഈ കൊടുത്ത കൈവരികൾക്ക് സൈഡിലൂടെ പോവുക. എല്ലാ സൈഡിലും കണ്ടോ പൂക്കളൊക്കെ കൊടുത്ത് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് സഞ്ചാരികൾ വന്നാൽ അവർക്ക് എത്രത്തോളം സന്തോഷം നൽകാൻ പറ്റുമോ അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടോ, മുകളിലൊരു പാലം പോലെയാണ് ഇവിടെ നടന്നു പോകാനുള്ള വഴി കൊടുത്തിരിക്കുന്നത്. ഫൂട്ട് ഓവർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഡേറ്റും ആരാണിത് നിർമ്മിച്ചതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. ഒരു രാജ്യത്ത്, നമ്മളെ ഇന്ത്യ എന്ന രാജ്യത്ത് സിക്കിമിൽ ഇത്രയും നല്ലൊരു രാജധാനി ഉണ്ട് കാണാൻ കഴിഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ്. ഇതൊക്കെ ഇവിടുത്തെ ഇടുങ്ങിയ വഴികളാണ്. ഞാനിവിടെ ചെറിയൊരു ഹോട്ടൽ ഉണ്ട് കണ്ടോ, ഹിമാലയൻ ഹോട്ടൽ. മോമോ, തുക്പ, വായ് വായ്, മാഗി, ചോമിൻ ആൻഡ് മീൽസ് അവൈലബിൾ ഹിയർ. 31 ANH. എനക്കെന്താ അറിയില്ല കേട്ടോ. ഗാംഗ്ടോക്ക് സിക്കിം എന്തെങ്കിലും കോഡായിരിക്കും.
ഇതാണ് മുകളിലാണ് ഹൈവേ പോകുന്നത്. ഒരമ്മ ഇവിടെ നിന്ന് എന്താണ് നമ്മളെ കസ്റ്റമർ ഇങ്ങനെ വിളിച്ച് കയറ്റില്ല, അത് കണ്ടപ്പോൾ ഞാൻ കയറിയതാണ്. ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ നേപ്പാളിൽ കണ്ട പോലെ ഒരു ഫീലിംഗ് തോന്നിയുണ്ടോ? നമ്മളെ മദ്യമൊക്കെ കണ്ടോ അടിപൊളിയായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. നേപ്പാളിൽ പോയാലും ഇതേപോലെ കടകളിലും മദ്യം കാണും കേട്ടോ, നല്ലതുപോലെ സെയിൽ ചെയ്യും. നമുക്കെന്താ റോഡിൻ്റെ സൈഡിൽ കണ്ട പൂക്കളുടെ ശേഖരണമാണ്. എന്ത് രസമാണ് നോക്കിയാൽ. അതായത് നമ്മളൊരു സഞ്ചാരികൾ വന്നാൽ അവരെങ്ങനെയാണ് ഈ ഒരു സിറ്റിയിലേക്ക് അട്രാക്റ്റീവ് ആക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതേപോലെയുള്ള പൂക്കളാണ്. എന്ത് മനോഹരമാണല്ലേ. പിന്നെ ഈ ഒരു ബിൽഡിംഗ് നോക്കിയാൽ വെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ വലിയൊരു കെട്ടിടമാണ്. എല്ലാം കൊണ്ടും അത്യാവശ്യം ക്ലീനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ഈ സിക്കിമിലെ ബസ് സ്റ്റേഷൻ പോയപ്പോൾ അത്യാവശ്യം മോശമായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാപിറ്റലായ ഒരു ഗാങ്ടോക്ക് എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് കാണാൻ കഴിയുന്നുണ്ടോ? നമ്മളെ സാധാരണ പട്ടണങ്ങൾ പോലെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം മനോഹരമാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ടാക്സി വണ്ടികളാണ്. പിന്നെ ഇത് കണ്ടോ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ് കേട്ടോ. വലിയൊരു പോലീസിൻ്റെ കെട്ടിടമാണ്. അത് വീഡിയോ എടുക്കാൻ പെർമിഷനൊന്നും ഇല്ല. പക്ഷേ ഞാനെന്താണ് വളരെ ഹാപ്പിയാണ് കേട്ടോ ഇതിലൂടെ നടന്നു പോകാൻ. തണുത്ത കാലാവസ്ഥ, പിന്നെ എല്ലാ ജനങ്ങളും സൗഹൃദത്തോടെയാണ് സംസാരിക്കുന്നത്. എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് ഒക്കെ ചോദിച്ചു. ഞാൻ ഹോട്ടലുകാരോടൊന്നും മിണ്ടാൻ പോയിട്ടില്ല, കാരണം ഹോട്ടലിനൊക്കെ ഇവിടെ ഭയങ്കര പൈസയാണ് കേട്ടോ. സൈഡിൽ എന്താണ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ്. അത് വീഡിയോ എടുത്തുകൂടാന്ന് ഇപ്പം പറഞ്ഞു എന്നോട്. മുകളിലൂടെയൊക്കെ കണ്ടോ കൈവരികളുണ്ട്. ഇതൊക്കെ സ്കൂൾ കുട്ടികൾ പോകുന്നതാണ് ഇവിടുത്തെ. എന്ത് രസമാണല്ലേ. എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായി തോന്നിയത് ചോദിച്ചാൽ ഈ സംഭവം കണ്ടോ, ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ട്. എന്തായാലും ക്യാപിറ്റൽ ഇത്ര മനോഹരമാണെങ്കിൽ മുകളിലോട്ടുള്ള മൗണ്ടൻസ് ഏരിയകൾ എത്ര മനോഹരമായിരിക്കും. നമുക്ക് വരുമ്പോൾ ഇനി വരുന്ന വ്ളോഗിലൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടുത്തെ ഒരു നൈറ്റിലെ ട്രാഫിക് വ്യൂ കണ്ടോ. ഞാനൊരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാഴ്ച ഷൂട്ട് ചെയ്ത് തരുന്നത്. കാരണം ഇവിടെ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് രസമാണല്ലോ. എൻ്റെ അടുത്ത് കണ്ടോ പൂക്കളാണ്. ഈ ഒരു തട്ടിൽ പൂക്കളാണ്. നമ്മുടെ നാട്ടിൽ ഗാർഡനൊക്കെ പറയാറില്ല, അതേപോലെയാണ്. ഇതാണ് കേട്ടോ ഫുട് പാത്ത് എന്ന് പറയും. നമുക്ക് നടന്നു പോകേണ്ട പാലാണ്. റോഡ് സൈഡിലൂടെ നടന്നു പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്ത് രസമാണെന്നറിയോ, ട്രാഫിക് എന്ന് നോക്കി എത്ര കറക്റ്റാണ്. ഞാൻ കൂടുതൽ പറയാൻ കാരണം എൻ്റെ യാത്രകളിൽ ഓരോ സംസ്ഥാനങ്ങളിൽ ഞാൻ താണ്ടി പോകാറുണ്ട്. അവിടെ ഇല്ലാത്ത തരത്തിലുള്ളൊരു നിയമം പെട്ടെന്ന് കാണുമ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. അത് ദൂരെ കാണുന്നതൊക്കെ വലിയ മാളാണ്. എന്തായാലും ഈ ഒരു വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ നല്ലത് കണ്ട എന്ത് നല്ലത് പറയണം. സിക്കിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനമാണല്ലോ. പക്ഷെ എനിക്ക് ഈ ഒരു കാഴ്ച വളരെ അട്രാക്റ്റീവായി തോന്നി കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ. സമുദ്രനിരപ്പിൽ നിന്നും 1650 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാങ്ടോക്കിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് MG മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു നൈറ്റ് ലൈഫാണ്. നൈറ്റ് ലൈഫ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെയൊക്കെ. അതായത് ആ ഒരു പട്ടണത്തിലെ MG മാർക്കറ്റിലൊരു ഭാഗം പൂക്കൾ കൊണ്ട് മൊത്തം അവർ അലങ്കരിച്ചിരിക്കുവാണ്. എത്ര ആയിരം പൂക്കളുകളാണെന്നറിയോ. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. കൂടാതെ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ കണ്ടോ. ഫോറിൻ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെയുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾ ഇന്ത്യയിലെ ഈ ഒരു മാർക്കറ്റ് കിട്ടുക. മണാലി, ഹിമാചൽ പ്രദേശിലെ മണാലിയൊക്കെ ഞാൻ കണ്ടായിരുന്നു വലിയൊരു നൈറ്റ് ലൈഫ് മാർക്കറ്റ്. അത്ര ഉണ്ടോ ചോദിച്ചാൽ അത്ര ഉണ്ടാവില്ലെങ്കിലും പക്ഷേ ഭയങ്കര ക്ലീനാണ് കേട്ടോ. നല്ല ക്ലീനാണ്. പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര റൂൾസൊക്കെ എല്ലാവരും അനുസരിക്കുന്നുണ്ട്. ഇവിടെ പോലീസ് കൊടുത്ത റൂൾസും കാര്യങ്ങളൊക്കെ. ആ പൂവൊക്കെ പറിച്ചു പോകാനൊന്നും നമുക്കാവില്ല, കാരണം അവിടെ CCTV ഉണ്ട്. പൂ പറിച്ചാൽ ഫൈൻ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു കണക്കിന് നല്ലത് തോന്നി. ബിൽഡിങ്സൊക്കെ അത്രയും അട്രാക്റ്റീവ് ആണ്. ഈ ഒരു മാർക്കറ്റിൽ എന്താ ഫേമസ് എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ടത് ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും. പിന്നെ നല്ലപോലെ ഹോട്ടലുകൾ, നോൺ വെജ് ആയാലും വെജ് ആയാലും, പിന്നെ നല്ലതുപോലെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ്, പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഗെയിം സെൻറ്ററുകൾ കുട്ടികൾക്ക്, അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു മാർക്കറ്റാണ് MG മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഗാങ്ടോക്കിൻ്റെ നൈറ്റ് ലൈഫ്. എത്ര ആൾക്കാരാണ്, എത്ര ജനങ്ങളാണ്, ഫോറിനേഴ്സ് വരെ ഉണ്ട് ഈ ഒരു കൂട്ടത്തിൽ. കേരളത്തിലൊക്കെ നമ്മൾ ഉഴുന്നവട കാണാറില്ല, അതേപോലത്തെ ഒരു വട കണ്ടപ്പം വന്നതാണ്. ഇവിടെ വട നേരിട്ടുണ്ട് 30 രൂപയാണ് വരിക. ഇത് കണ്ടോ ഞാൻ ദോക്കല ഇഡലിയാണ് അവിടെ കണ്ടപ്പം. കടുകൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. ഇഡലി പോലെ തോന്നുന്നത്. 30 രൂപ കേട്ടോ. ഇത് ഈ ഒരു പീസും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. നമ്മൾ കേരളത്തിലൊക്കെ നല്ലതുപോലെയാണ് ഉഴുന്നവട കാണുക. ഇത് വേറെ സമൂസയൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. എനിക്ക് ഉഴുന്നവട കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. സുഹൃത്തുക്കളെ, ഗാങ്ടോക്ക് പോലുള്ള വലിയ പട്ടണത്തിൽ വന്ന എങ്ങനെയാണ് സ്റ്റേ ചെയ്യൽ ചോദിച്ചല്ലോ. 1 മണിക്കൂറോളം നടന്ന് അന്വേഷിച്ച് എനിക്ക് കിട്ടിയ റൂമാണ് കേട്ടോ. ഇന്ത്യൻ പൈസ 400 രൂപയാണ്. നല്ല പൈസ കേട്ടോ റൂം. അല്ലാത്ത പക്ഷേ 2000, 3000, 4000 ഒക്കെയാണ്. 1000 രൂപേൻ്റെ റൂമാണ്. ഒരു ദിവസം രാത്രി അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ചെടുത്തതാണ്. അത്യാവശ്യം വലുതാണ് കേട്ടോ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. റൂമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. വലിയ റൂമുകളാണ് കണ്ടോ. വലിയ സെറ്റപ്പിലുള്ള റൂമാണ്.
പിന്നെ എന്താണ് ഇപ്പം ടെൻറ്റ് ക്യാമ്പിംഗ് വീഡിയോ കൊണ്ടുവരാത്തത്? നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പരന്ന പ്രദേശമാണ്. മാത്രമല്ല നല്ലൊരു ഏരിയ കിട്ടിയാൽ മാത്രം, ഹിമാചൽ പ്രദേശ് ലഡാക്കൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഏരിയ, അവിടെ ജനങ്ങൾ താമസിക്കുന്നത് കുറവാണ്. പക്ഷേ ഇത് ചെറിയൊരു സംസ്ഥാനമാണ്, പക്ഷേ ആൾക്കാർ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഏരിയകളാണ്. ടെൻ്റ് അടിക്കാൻ പോലീസിൻ്റെ പെർമിഷൻ വേണം, ചില ഏരിയകൾ നടന്നു പോകാൻ പെർമിഷൻ വേണം. അതൊക്കെ കൊണ്ടാണ്. എന്തായാലും ഉടനെ വരും കേട്ടോ, നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുക. നമ്മൾ സിറ്റി ഏരിയകളിൽ നിന്നും ഗ്രാമ ഏരിയകളിലേക്ക് പോകുമ്പോഴുള്ള ഓരോരോ കാഴ്ചകളാണ് ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക. നമ്മളെ റിയൽ ലൈഫ് എന്താണെന്ന് ഒരു വ്ളോഗായിട്ട് നമുക്ക് കാണാം കേട്ടോ. കുറച്ച് നേരമായി ഞാനിപ്പോൾ ഒരു കാട് ഭാഗത്തൂടെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു താഷി വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ പോകുമ്പോൾ എന്തോ ഒരു ഇതാണ്. പിന്നെ ഫൈനൊക്കെ ഇടുന്ന് കാണിക്കുന്നുണ്ട്. സ്ഥലം കണ്ടോ, വെള്ളം പോകുന്ന സൗണ്ട് അല്ലേ, പേടിച്ചു പോയി. അത്യാവശ്യം ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. നിങ്ങളൊരു ആംബിയൻസ് കണ്ടോ, എന്ത് രസമാണല്ലോ, ഒരു നേച്ചർ ബ്യൂട്ടി ഒന്ന്. ഗ്രീനറിയാണ് കേട്ടോ, ഗ്രീനറിയാണ് എടുത്ത് പറയേണ്ടത്. അത് മാത്രമല്ല താഴേക്കുള്ളൊരു ആംബിയൻസ് കൂടി കാണിച്ചു തരാം. എൻ്റെ വീഡിയോ കാണുന്നവർ കൂടുതലും സ്നേഹിക്കുന്നത് മൗണ്ടൻ കാഴ്ചകളും ഗ്രാമ കാഴ്ചകളുമാണ്. സിക്കിമിൽ എത്രത്തോളം നമ്മൾക്ക് പറ്റിയ ഗ്രാമങ്ങളുണ്ട് എനിക്കറിയില്ല, കണ്ടാൽ മാത്രമാണ് പോകാൻ പറ്റുക. ഞാൻ ഒരു വീഡിയോ നോക്കിയിട്ടല്ല സിക്കിമിൽ വന്നത്, നമ്മുടെ താല്പര്യപ്രകാരമാണ് വന്നത്. ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞായിരുന്നു കുറച്ച് സ്ഥലങ്ങൾ വരെ എന്താണ് കടകളൊക്കെ കുറവായിരിക്കും, അങ്ങ് ദൂരെ ബിൽഡിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട ഇടങ്ങളായിരിക്കും, സൂക്ഷിക്കണമെന്ന്. ഞാനിവിടെ ഒരു ഹോട്ടലിൽ വന്നതാണ് ചായ കുടിക്കാൻ വേണ്ടി. എനിക്കൊരു ഹോട്ടൽ മാത്രമല്ല, ഇവിടുത്തെ നിയർ ബൈ ആംബിയൻസ് കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഹോട്ടലൊക്കെ പറഞ്ഞാൽ വൺ സെറ്റപ്പാണ് കേട്ടോ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നോക്കിയാൽ ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്, നല്ല തണുപ്പാണല്ലോ. ഇവിടെ അക്യൂറ നോക്കിയാൽ എന്ത് രസമാണ്, അക്യൂറത്ത് ധാരാളം ഫിഷസ് കാണുന്നുണ്ട്. മീനാണ് കേട്ടോ, എന്തൊക്കെയോ ഗോൾഡൻ ഫിഷൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ഒരു വമ്പ സെറ്റപ്പാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ സിക്കിമൊക്കെ വൺ ടൂറിസ്റ്റ് ഏരിയ ആണ്, ടൂറിസം ആണെന്ന് പറയാം. താഴേക്കുള്ളൊരു കാഴ്ച കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി തരാം. നിങ്ങൾ താഴോട്ട് നോക്കിയാൽ എൻ്റെ എന്ത് രസമാണ്, താഴിലൂടെ റോഡ് കണ്ടോ, 2-3 റോഡ് ഇവിടെ പോകുന്നുണ്ട്. അങ്ങ് ദൂരെ എന്താണ് തേയിലത്തോട്ടം കാണാം, അങ്ങോട്ട് എത്താൻ പറ്റുമോ എനിക്കറിയത്തില്ല. പക്ഷെ മൊത്തം വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ മാലിന്യങ്ങളൊക്കെ അവർ വേർത്തുന്ന വെക്കുന്നുണ്ട്, അതാണ് വലിയ സന്തോഷം. ഇതാണ് ഇവിടുത്തെ കോഫി. ഞാൻ പിന്നെ പെട്രോൾ കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പെട്രോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ കുപ്പിയിൽ പെട്രോളാണ്, ഇന്ന് പെട്രോൾ പമ്പിൽ നിന്ന് വാങ്ങി 50 രൂപേൻ്റെ പെട്രോളാണ്. പിന്നെ വേറെ കുടിവെള്ളത്തിന് വേണ്ടി വേറൊരു ബോട്ടിൽ കൂടി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്താ വിചാരിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാപ്പി കുടിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകാം. ഇവിടെ ഒരു ഭാഗത്ത് കണ്ടോ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്ന് കണ്ടോ, അത് ഇന്ത്യൻ കേട്ടോ, ആർമീൻ്റെ താഴെയുള്ള ഒരു വിഭവമാണ്. ഐ ലവ് BRO എന്ന് എഴുതിയിട്ട് കണ്ടോ. ചെറിയൊരു സ്ഥലം, ഇവിടെ കൾച്ചർ ഡ്രസ്സ് കണ്ടോ, കൾച്ചർ ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാർ വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു വാട്ടർഫാൾ കാണുന്നുണ്ടോ മുകളിൽ, എന്ത് രസമാണല്ലേ. ഇത് ഇവിടുത്തെ കൾച്ചർ ഡ്രസ്സാണ് കേട്ടോ, ഇവിടുത്തെ ആൾക്കാരെ എന്ത് രസമാണെന്ന് നോക്കിയേ. ചെറിയൊരു സ്ഥലം, പിന്നെ മൊത്തം മൗണ്ടൻസ് ആണ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. അവിടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട്. ഇവിടെ ആർമീൻ്റെ ഏരിയ ആണ് കേട്ടോ. ഹിമാലയൻ ഷെർപ്പ ഹോം സ്റ്റേ, അതിലൂടെ കയറിപ്പോയാലൊരു ഹോം സ്റ്റേ കിട്ടും. ഷെർപ്പ നിങ്ങൾക്കറിയാലോ, നല്ല പവറുള്ള ഒരു ജനതയാണ് കേട്ടോ. മലയൊക്കെ കയറുന്ന ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും അടിപൊളി വൈബ് കിട്ടുന്നൊരു ഏരിയ. ഐ ലവ് BRO, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ഞാൻ ലഡാക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാണിച്ചു തന്നിട്ടുണ്ട്. മുകളിൽ കണ്ടോ എന്തോ അഡ്വഞ്ചർ സോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നേരെ മുന്നോട്ട് നടക്കുവാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നോർത്ത് സിക്കിം ആരംഭിക്കുകയാണ്. ചെറിയൊരു പാലാണ് ഞാൻ കാണിച്ചത് കണ്ടോ. വെൽക്കം ടു നോർത്ത് സിക്കിം നാഷണൽ ഹൈവേ 310A. അതെന്താ അറിയില്ല, SPVD റോഡ്സ് ആൻഡ് ബ്രിട്ടീഷ് NH വിങ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ എന്തോ ഒരു ചെറിയ ഓഫീസാണെന്ന് തോന്നുന്നു. പക്ഷേ ഹെവി മഴയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു വണ്ടിക്ക് ലിഫ്റ്റ് അടിക്കണം. ഇങ്ങോട്ടാണ് പോകേണ്ടത്, നോർത്ത് സിക്കിം. മൊത്തം ക്ലൈമറ്റ് മാറിയിരിക്കുവാണ്. ഞാനിവിടെ കണ്ട ഒരു പാലമാണ്, എന്ത് രസമാണെന്ന് നോക്കിയേ. വണ്ടികൾ പോകുന്നുണ്ട്. നിങ്ങൾക്കൊരു കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം. അങ്ങ് മുകളിലോട്ട് നോക്കിയേ, എൻ്റെ അമ്മ എന്തൊരു ആംബിയൻസ്. ബ്രിഡ്ജ് 1B1 എന്നവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല, അത് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ ആരും ഇല്ല ചോദിക്കാൻ. ഈ ഫ്ലാഗ് നോക്കിയാൽ ടിബറ്റൻ ഫ്ലാഗ് ഇവിടെ ഇങ്ങനെ കാറ്റിൻ്റെ ശക്തിയിൽ ആടി കളിക്കുവാണ്. സത്യം പറഞ്ഞ എന്ത് രസമാണെന്നറിയോ ഇതിലൂടെ നടക്കാൻ വേണ്ടി. ഏത് ആംബിയൻസ്, തണുത്ത കാറ്റും പർവ്വത കാഴ്ചകളും കാർമേഘങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സന്തോഷമൊന്നും ഒരിക്കലും വാഹനങ്ങളിൽ പോയാൽ കിട്ടത്തില്ല. നല്ല മഴയാണ്, കൊടും മഴ എന്ന് പറഞ്ഞാൽ കൊടും മഴയാണ്. ഇവിടെ എന്തൊരു അമ്പലം ഉണ്ട് കേട്ടോ, മുകളിൽ എന്തോ അമ്പലത്തിൻ്റെ എന്തോ ഒരു ഇതാണ് കേട്ടോ. ചെറിയൊരു ബുദ്ധ മൊണാസ്ട്രീൻ്റെ ഒരു സാമ്പിൾ കാണാറില്ല, അതാണ് ഉള്ളത്. ഞാനിങ്ങനെ താഴെ നിൽക്കുകയാണ്, മുകളിലാണ് റോഡ്. പാമ്പൊക്കെ ഉണ്ടാകുമോ? തണുത്ത പ്രദേശത്ത് പാമ്പ് ഉണ്ടാവില്ല എന്ന് പൊതുവെ പറയുന്നത്.
നോക്കാം. അയ്യോ ഇവിടെ ആരും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ യാത്രയിൽ ചില സമയങ്ങളിൽ കാട്ടിലൊക്കെ പെട്ടുപോകുന്ന നല്ല മഴയാണ്. ഒരു ടെൻ്റ് അടിക്കാൻ എന്തെങ്കിലും മൈതാനുണ്ടോ ഞാൻ ടെൻ്റ് അടിച്ചത്. പക്ഷെ അതിന് പോലും ഇല്ലാത്ത കൊടും കാട് ഏരിയകളാണ്. വല്ല കരടിയോ പുലിയോ ചാടി വരുമോ ആവോ ആർക്കറിയാം. എൻ്റെ കയ്യിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടുണ്ട്, നമ്മുടെ ഷീറ്റില്ലേ അതെടുത്തിടണം. പക്ഷെ മൊത്തം മഴയാണ്, എന്ത് ചെയ്യുക നോക്കാം. ഇങ്ങനെയും ചെറിയ സിറ്റുവേഷനിൽ വരാറുണ്ട് എൻ്റെ വീഡിയോയിൽ. അതുകൊണ്ട് ഈ ഒരു പാർട്ട് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തെന്ന് മാത്രം. മലമുകളിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളമാണ്, അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ടോ, ഇതിന് എത്രയോ ശുദ്ധമായ വെള്ളം നമുക്കിനി എവിടെയും കിട്ടും നോക്കണം. പുതിയ കുപ്പിയാണ്, അതൊന്ന് കൈയേക്കാം. ആംബിയൻസ് കണ്ടോ എന്താണല്ലേ. പുതിയ കുപ്പിയിൽ ഉദ്ഘാടനം പ്രകൃതിയിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളം തന്നെ ആവട്ടെ. എന്താ തണുപ്പറിയാം. അത് മാത്രമല്ല എനിക്ക് തലയും മുഖമൊക്കെ കഴുകണം, തോർത്തൊക്കെ എടുത്തിട്ടുണ്ടോ. ഇതൊക്കെ വേർത്തുന്നൊരു സന്തോഷമാണ് കേട്ടോ നമ്മുടെ യാത്രയിൽ. മുഖമൊക്കെ ഒന്ന് കഴുകണം, കാരണം അത്രയും വേർത്തു. എൻ്റെ ലഗേജ് അങ്ങ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ കുടിവെള്ളം എടുക്കട്ടെ കേട്ടോ. ഇത് 2 റോഡ് കണ്ടു. താഴെ നോക്കി ഈ ഒരു പൈൻ മരങ്ങൾ കാണാൻ എന്ത് രസമാണല്ലേ. പൈൻ മരങ്ങൾ കൂടാതെ മഴയാണ് കാലാവസ്ഥ. മഴ ഭയങ്കര ഇറിറ്റേഷനാണ്. എന്നാൽ തണുപ്പുണ്ട്. 8 ഡിഗ്രിയിലാണ് കേട്ടോ ഇവിടുത്തെ ടെമ്പറേച്ചർ നിൽക്കുന്നത്. എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടി. കോടമഞ്ഞാണ് കേട്ടോ ഇങ്ങനെ പാറി കളിക്കുന്നത്. എന്തൊരു അടിപൊളി സ്ഥലം. നല്ലതുപോലെ ടാക്സികളാണ് കേട്ടോ കൂടുതലും കാണുന്നത്. എനിക്ക് പോകേണ്ടത് മുകളിലോട്ടാണ്. മങ്കെന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ് കേട്ടോ. മങ്കെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഇതൊക്കെ ഉണ്ടോ താഴ്ന്ന് ടാക്സികൾ വരുന്നതാണ് ഈ കാണുന്നത്. റോഡൊക്കെ അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ. സിറ്റിയിൽ നിന്ന് കുറച്ച് മേലോട്ട് എത്തുമ്പോൾ ആയാലും റോഡൊക്കെ എന്താണ് അത്യാവശ്യം ക്ലീനാണ് ഈ ഒരു ഭാഗത്തൊക്കെ. മുകളിലോട്ട് പോകുന്നതോറും എങ്ങനെ അറിയില്ല. നമുക്കത് നമ്മളെ കാഴ്ചകളിൽ കണ്ടിരിക്കാം. ഇവിടെ ആർമീൻ്റെ ക്യാമ്പൊക്കെ വരുന്നുണ്ട്. ചില ഏരിയകളിൽ പെർമിഷൻ വേണം. ഞാൻ ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നദി കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേര് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു ഗ്രാമവാസിയുണ്ട്. നമസ്തേ. नमस्ते नमस्ते। इस नदी का नाम क्या है? बागचा खोला। बागचा खोला। हाँ। ऐसा हिमालय नदी है? हाँ हिमालय का नदी है, स्पेशल है। स्पेशल नदी है? हाँ स्पेशल नदी। ओके। इसमें मैला नहीं होता है। ऊपर हिमालय? ये हिमालय का नाम नरीम। 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 नरीम हिमालय। NAM। ओ नरीम। LAM नरीम। ओके। हिमालय। थैंक यू सर। हाँ अभी कहाँ तक? मेरा मनगन। मंगन। मनगन रास्ता किधर? इधर यही जाता है। एक ही रास्ता है? हाँ एक ही रास्ता है, गाड़ी नहीं है आपको? घर मेरा? हाँ गाड़ी। केरला गाड़ी? हाँ गाड़ी नहीं है मेरा, पैदल चलता है। पैदल चलता है? हाँ। कितना दिन हो गया यहाँ पर? केरला तक इधर मेरा 1 साल 4 महीना। इंडिया 20 स्टेट घूमे। हाँ नेपाल 4 महीना घूमे। घुमा। अभी सिक्किम अकेला? अकेला। आपका गांव किधर है? ये बागचा। बागचा। बक्चा। ओ हाँ। गांव का नाम नदी है? हाँ बक्चा खोला। हाँ बागचा खोला बोलता है नदी में कलर है और नीले कलर है, ब्लू कलर। हाँ ओके बहुत अच्छा है। हाँ थैंक यू जी। धन्यवाद। ओके बकरी आपके है? हाँ बकरीद अभी चला गया है। ഓക്കെ ആടുകളെയും കൊണ്ട് പോയ മനുഷ്യനാണ്. ബാഗ്ച എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഒരു കടയിലാണ് ഞാനുള്ളത്. ഞാൻ ഇവിടുത്തെ ആംബിയൻസ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര സുന്ദരമാണെന്ന് നോക്കി ഇവിടുത്തെ പ്രകൃതി. കൂടാതെ തന്നെ ഞാൻ ഇവിടുത്തെ ഒരു കട കൂടി കാണിച്ചു. ഇവരെ സെറ്റപ്പാണ് കേട്ടോ, അടിപൊളിയാക്കി ഇരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നുമില്ല, ഫുള്ള് ക്ലീനാണ് കേട്ടോ. സിക്കിം എന്ന് പറയുന്നത് എവിടെ പോയാലും ഗ്രാമമായാലും കടകളായാലും മൊത്തം ടോട്ടലി ക്ലീനാണ്, പെർഫെക്റ്റ് ആണെന്ന് പറയാം. ഇത് ഇവരെ ബ്രോ ദിസ് ഇസ് യുവർ ഫ്ലാഗ്? ദിസ് സിക്കിം ഫ്ലാഗ്? ദിസ് എ ടിബറ്റൻ? ഓ ബുദ്ധ മൊണാസ്ട്രി. ഓക്കെ അണ്ടർസ്റ്റാൻഡ്, താങ്ക് യു. നമ്മളെ ബുദ്ധ മൊണാസ്ട്രി ഏരിയകളിൽ കാണാറില്ല ഇങ്ങനത്തെ ഫ്ലാഗ്. അതാണ് കൂടുതലും ബുദ്ധിസ്റ്റ് ഉള്ളൊരു ലൊക്കേഷനാണ്. ഇവരെ ഭാഷ എന്ന് പറയുന്നത് ഷെർപ്പ ലാംഗ്വേജസ് ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ടോയ്ലറ്റൊക്കെ നോക്കി എന്ത് അട്രാക്ഷൻ അല്ലേ, വണ്ടീൻ്റെ ഒക്കെ ഫീലാണോ ഇതൊക്കെ. ലൈറ്റൊക്കെ കണ്ടോ, സെറ്റപ്പാണ്, അടിപൊളിയാണ്. എന്തായാലും എനിക്ക് ഇവരെ ഒരു സിസ്റ്റം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഈ കട കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്ത് രസമാണ്. ഇവിടെ ഒരു പട്ടിയുണ്ട്, കുറച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ കടകളുടെ ശൈലി വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അത്രയും ഒരു അട്രാക്റ്റീവ് ആയിട്ടാണ് കേട്ടോ കടകളൊക്കെ. എന്ത് രസമാണ്. ഒരു ചില്ലിൻകൂട്ടിലെ ചെറിയ കട, പിന്നെ അവരെ റൂമും കാര്യങ്ങളൊക്കെ കണ്ടോ. വെൽക്കം ടു ബാഗ്ച. ബാഗ്ച എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ പേരാണ്. കടകൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, കടേൻ്റെ ഉള്ളു ഭാഗം. എന്ത് രസമാണല്ലോ. ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് ഇവരെ ഹോട്ടലിൻ്റെ. ഒരു പട്ടി കുറച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹായ് ജി നമസ്തേ. ബടിയാ. ഇതാണ് പുള്ളിക്കാരൻ്റെ ഹോട്ടൽ കേട്ടോ. എന്തായാലും ഒരു പെർഫെക്റ്റ് ആണ് കേട്ടോ. എന്ത് രസമാണ്, ക്ലീൻ ആണ് ഫുള്ള്. ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. आपका होटल का बहुत अच्छा है अट्रैक्शन. ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ ഉള്ളുഭാഗവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മളെ നാട്ടിലെ ബിയേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ എന്താണ് നമ്മളില്ല ആൽക്കോഹോൾ എല്ലാ സ്ഥലത്തും കിട്ടും കേട്ടോ. അന്തർ
ഓക്കെ ഇത് കണ്ടോ അടുപ്പ്. ओके बहुत अच्छा सेटअप है। आपका भाषा शेरपा लैंग्वेज है? हम ये जो बोल रहे हो नेपाली നേപ്പാളി ഭാഷ, नेपाली भाषा है പ്യൂർ നേപ്പാളി. हाँ, pure नेपाली। ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നേപ്പാൾ ഭാഷയാണ് മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കൂടെ ഷെർപ്പ ലാംഗ്വേജസും ഉണ്ട്. ഇവർ ഈ മോമോസ് ഉണ്ടാക്കുകയാണ്. മോമോസ് പറഞ്ഞാൽ ബീഫ് മോമോസ് ആണ്. ഇവിടെ ബീഫ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ബീഫ് കിട്ടുന്ന പോലെ ഇവിടെയും സുലഭമായി ബീഫ് കിട്ടും. നല്ല ഫ്രഷ് ആണ് കേട്ടോ സിക്കിം എന്ന് പറയുന്നത്. എന്തായാലും ഇവർ ആക്കട്ടെ. ഇതാണ് അടുപ്പിൻ്റെ ശൈലി. നമസ്തേ, आपका नाम क्या है जी? मेरा नाम चुंगचुंग भुटिया। ओ ടിബറ്റൻ നെയിം है, हाँ, मेरा बुद्धिस्ट। ബുദ്ധിസ്റ്റ് നെയിം है. ठीक है, धन्यवाद. എന്തായാലും അടിപൊളിയാട്ടോ. ഇവിടെ ഒരു പട്ടിക്കൂട്ടം കൂടിയുണ്ട്. യാ ബാഗ്ച എന്ന് പറഞ്ഞ ഗ്രാമമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡ് ഭാഗം കണ്ടോ, ഇവിടുത്തെ ഗ്രാമത്തിലെ ഓരോരോ വീടുകളാണ് ഓരോ സൈഡിൽ കാണുന്നത്. എന്ത് രസമാണെന്ന് നോക്കിയേ. ഗ്രാമത്തിൻ്റെ ഉള്ളിൽ പോയി വീഡിയോ എടുക്കാനായിട്ടില്ല. സിക്കിം ആദ്യം കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണം, എന്നിട്ട് മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ഉള്ളിലൊക്കെ പോയി വീഡിയോ എടുക്കാൻ സാധിക്കൂ. ഓ നടന്ന് ക്ഷീണിച്ചു, അതാണ് ഇങ്ങനെ കിതക്കുന്നത്. വീടിൻ്റെ ശൈലിയൊക്കെ കണ്ടോ, മരമാണ്, മരവും സിമെൻറ്റും. പക്ഷെ അവർ നിർമ്മിച്ച രീതിയൊക്കെ അത്രയും മനോഹരമായിരിക്കുന്നു. പെർമിഷൻ വേണമെങ്കിൽ കണ്ടോ, ഈ ഗേറ്റ് കണ്ടോ, ആ ഒരു മുള മാറ്റിയിട്ട് അകത്ത് കയറണമെങ്കിൽ എനിക്കൊരു കൂടെ ഗൈഡ് വേണം. എൻ്റെ കയ്യിൽ ഗൈഡൊന്നുമില്ല, തനിച്ചാണല്ലോ. അപ്പം പുറമേ നിന്നൊക്കെയാണ് വീഡിയോ എടുക്കാൻ സാധിക്കുക. പക്ഷേ സ്ഥലങ്ങൾ ഒരു രക്ഷയില്ല പറയാം കേട്ടോ, അത്രയും സുന്ദരമാണ്. കബി എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞ ഷെർപ്പ ലാംഗ്വേജാണ്. വളരെ സ്ട്രിക്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാനും പറ്റില്ല. എടുത്ത് വീഡിയോസൊക്കെ ഡിലീറ്റ് അടിച്ച് കളയേണ്ടി വരും. ഇവിടെ ഇങ്ങനെ ചിക്കൻ കടയൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കനും മീനും നല്ലതുപോലെ കഴിക്കുന്ന ജനതയെ തോന്നുന്നു. ഗ്രാമങ്ങളിൽ ഇറങ്ങിപ്പോയിട്ടുള്ള വീഡിയോ എടുക്കൽ എനിക്ക് തോന്നുന്നു സിമ്പിളല്ല, കുറച്ച് ടൈം എടുക്കാമെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ എന്താണ്, എന്തോ ഒരു ചിക്കൻ ഷോപ്പാണ്. ചിക്കൻ കടയൊക്കെ നല്ലപോലെ കാണുന്നുണ്ട്. ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഗ്രാമവാസികൾ വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരാണ് അധികം കണ്ടത്. എന്നെപ്പോലെ നടന്നു പോകുന്ന ആൾക്കാർ വളരെ കുറവല്ലേ. അതുകൊണ്ടാവാം, നോക്കാം, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മൻഗനിലേക്ക് പോകുമ്പോൾ ഞാൻ കണ്ട ഒരു റിസോർട്ടാണ്. ഇവിടുത്തെ സ്റ്റേൻ്റെ പൈസ എത്ര അറിയോ? ഒരു ദിവസം നിൽക്കാൻ വേണ്ടി 4000 രൂപ, 5000 രൂപയാണ് നോർമൽ റേറ്റ് വരുന്നത് രണ്ടാൾക്ക്. ഒരു ഫാമിലിക്കൊക്കെ നിൽക്കാൻ വേണ്ടി 10,000 രൂപയാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ് എന്ന് വരുന്നത്. ഇവർ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. മുകളിൽ നിങ്ങൾക്ക് എന്താണ് സ്നോ മൗണ്ടെയിൻ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഗ്രീനറി കൊണ്ടും ആൾക്കാരുടെ സ്വഭാവം കൊണ്ടും നല്ലൊരു സ്ഥലമാണ്. പക്ഷേ ഒരു ബഡ്ജറ്റ് യാത്ര നടത്തുന്നവർക്ക് സിക്കിം പോസിബിളാണോ ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അല്ല എന്ന് പറയും. കാരണം എന്താ വിചാരിച്ചാൽ നല്ല പൈസയാണ് കേട്ടോ. അധികം പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് ഇൻസൈഡിൽ വരുന്നത്. ഒരു സിറ്റിക്കുള്ളിൽ നിന്നും മറ്റൊരു സിറ്റി എത്തുന്നവരെ മൊത്തം വരുന്നത് എന്താണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. ഇതൊക്കെ കണ്ടോ, മൊത്തം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞാൻ കണ്ടപ്പോൾ അവരോട് ചോദിച്ച് വീഡിയോ എടുക്കുന്നതാണ്. എന്തായാലും ഇവർ ആംബിയൻസും കാര്യങ്ങളൊക്കെ എന്ത് അടിപൊളിയാണല്ലേ. നല്ല മനസ്സിലാട്ടോ, സ്റ്റാഫൊക്കെ എന്താണ് അടിപൊളിയാണ്. വലിയൊരു ഹോട്ടലാണെന്ന് വിചാരിച്ചെന്താണ് എന്നോട് അകത്തെ കാരണമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നുമില്ല, വീഡിയോ എടുത്തോ പറഞ്ഞു. എന്തായാലും ഞാൻ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് യാത്രയിൽ. ഇന്നലെ എവിടെയാണ് സ്റ്റേ ചെയ്തത് ചോദിച്ചാൽ ഇവിടുത്തെ ഒരു കടയുണ്ടായിരുന്നു. കടേൻ്റെ മുന്നിലാണ് കിടന്നുറങ്ങിയത്. മൊബൈലൊക്കെ ഞാൻ ഇപ്പോഴാണ് ചാർജ് ഫുള്ളാക്കിയത്. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് വരാറുണ്ട്. എയർടെൽ സിമ്മിലൂടെ റീചാർജ് ഇല്ല കേട്ടോ, ഇൻ്റർനെറ്റ് കണക്ഷൻ കാര്യങ്ങളും ഇല്ല. ഇന്ന് രാവിലെയാണ് ഞാൻ ഇവിടുത്തെ ഒരാളെ കൊണ്ട് എൻ്റെ ജിയോ സിമ്മിലേക്ക് റീചാർജ് ചെയ്യിപ്പിച്ചു. ഇനി അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യൽ ജിയോ ആണ്, എയർടെൽ അല്ല. അങ്ങനെ ഒരു മിസ്റ്റേക്ക് കൂടി വന്നപ്പോൾ ഞാൻ ആകെ പെട്ടുപോയി. എന്തായാലും മുന്നോട്ട് പോകുന്നു. മൊത്തം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതാണ് ഇവിടെ നല്ല എക്സ്പെൻസ് കേട്ടോ. അത് മാത്രമല്ല, പുറം സ്റ്റേറ്റിൽ നിന്നുള്ള വാഹനം ഇവിടെ പ്രവേശിപ്പിക്കില്ല. സിക്കിമിലെ മാത്രമാണ്. ഗവൺമെൻറ് ബസ് വരെ ഉൾഗ്രാമങ്ങളിലൂടെ പോകുന്നില്ല. അത് മാത്രമല്ല, എന്താണ്, ഗ്രാമവാസികൾ കാണുമ്പോൾ നമ്മൾ ആധാർ കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇലക്ഷൻ്റെ സീസണാണ്, അതുകൂടി ശ്രദ്ധിക്കണം. പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞു ചില സമയം എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നിന്നെയും കൂടി അത് ബാധിക്കുന്നൊക്കെ. പക്ഷേ ആ സ്നോ മൗണ്ടെയിൻ കാണാൻ വേണ്ടി എന്ത് രസമാണെന്ന് നോക്കിയേ. തീങ്മോ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലൂടെയാണ് ഞാനിപ്പം പോകുന്നത്. തീങ്മോ എന്ന് പറയും കേട്ടോ, തീങ്മോ, എന്തോ ഡിഫറെൻറ്റ് പേര് കേട്ടോ, പെട്ടെന്ന് വായിൽ വരാത്ത പോലെ. ഇതുകൊണ്ട് ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ വീടുകളാണ്. അവരോട് സംസാരിച്ചു വീഡിയോ എടുത്തോട്ട് ചോദിച്ചു. അവരെടുത്തു, പക്ഷെ അവരെ ഉൾപ്പെടുത്തേണ്ട പറഞ്ഞു. അവർക്ക് എന്തോ മടി കേട്ടോ, സാറില്ല. കാരണം അവർ ഉൾപ്പെടുത്താൻ പാടില്ല, അവരെ ഉൾപ്പെടുത്താൻ പാടില്ല. അവിടെ കണ്ടോ ആടൊക്കെ, എന്തോ ഒരു സൗന്ദര്യം, ഗ്രീനറിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നേപ്പാളിൽ സഞ്ചരിച്ച പോലെ എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും കയറി പോകാൻ കഴിയില്ല. കാരണം ഇവിടെ അത്രയും ഡെവലപ്ഡ് ആണ്. ചില ഏരിയകൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പെർമിഷനൊക്കെ വേണം. ഇത് ഷോർട്ട് കട്ടാണ്, റോഡിലേക്കുള്ളൊരു ഷോർട്ട് കട്ട് ഞാൻ പോകുന്നതാണ്.
നിങ്ങൾക്ക് ഇവിടുത്തെ ബിൽഡിങ്ങും എല്ലാം കണ്ടാൽ മനസ്സിലാവും സ്ഥലങ്ങൾ എത്ര ഡെവലപ്ഡ് ആണെന്ന്. നമ്മളെ കേരളത്തിലൊക്കെ വീടുകളില്ലേ അതേപോലത്തെ വീടുകളൊക്കെ ഇവിടെ ധാരാളം കാണുന്നുണ്ട്. വഴിയൊക്കെ കുറച്ച് ഓഫ് റോഡാണ്, എന്നാലും സാരമില്ല. ആംബിയൻസ് ഒക്കെ എന്താ പറയുക, നല്ല തണുപ്പും ആ വെയിലും കൂടി ആകുമ്പം എന്ത് രസമാണ് അറിയാം നടക്കാൻ വേണ്ടി. ഇവിടെ എവിടെയോ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് പോലീസിൻ്റെ. എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം എന്ന് എനിക്കറിയില്ല. ഇതുവരെ ഓക്കെ ആയിരുന്നു, പക്ഷെ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ അതിൻ്റേതായ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. നേപ്പാളിൽ എന്ത് ഇഷ്യൂ വിചാരിച്ചാൽ നേപ്പാളിൽ അങ്ങനെ ഡെവലപ്പല്ല എല്ലാ ഉൾഗ്രാമങ്ങളൊന്നും. ഗ്രാമവാസികൾ വരെ നടന്നാണ് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്. അതുകൊണ്ട് ഞാനും നടന്നു പോയി എല്ലാ സ്ഥലങ്ങളിലും. അതൊരു ഭാഗ്യമായിരുന്നു കേട്ടോ ഒരു കണക്കിന്. ഇവിടെ പക്ഷേ വ്യത്യാസമാണ്. വലിയ മൗണ്ടൻ ഏരിയകളാണെങ്കിലും പക്ഷെ നമുക്ക് നടന്നു പോകാനൊക്കെ ഒരു പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറം നമുക്ക് വിട്ട് എവിടെയും പോകാൻ കഴിയില്ല. നോക്കാം നമുക്ക് എന്തായാലും, കാരണം റൂൾ അത്രയും സ്ട്രിക്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ. ഇത് കണ്ടോ, ഈ റോഡാണ് ഗ്രാമത്തിലൂടെ, അതായത് ഉൾഗ്രാമങ്ങളിലൂടെ പോകുന്ന റോഡൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ. എന്തായാലും അടിപൊളി കേട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. പ്രകൃതി മനോഹരമാണ്, പക്ഷെ ജനങ്ങൾ അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നുമുണ്ട്. അതാണ് ഈ പ്രകൃതിയൊക്കെ ഇത്രയും നീറ്റും ക്ലീൻ ആയിട്ട് നിൽക്കാൻ കാരണം. ഞാനിപ്പോൾ ഉള്ളത് ടിങ്ഡ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം TINGDA, ടിങ്ഡ എന്നാണ് പറയുക. സ്കൂളാണ് ഇവിടെ കാണുന്നത്, കണ്ടോ. ഒരു വലിയ ഗവൺമെൻറ് പ്രൈമറി സ്കൂളാണ്. എന്ത് രസമാണ് നോക്കിയേ. മൊത്തം കോടയായതുകൊണ്ട് തന്നെ ക്ലൈമറ്റൊക്കെ ഒന്നും കാണാത്ത രീതിയിലാണ്. സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം ഇവിടെ ഇല്ല. പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ കഴിയില്ല. 3 ഐഡൻറ്റിറ്റി എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ. 3 ഐഡൻറ്റിറ്റി പറഞ്ഞാൽ ഒന്ന് ലൈസൻസ്, ഒന്ന് ഐഡൻറ്റിറ്റി കാർഡ്, ഒന്ന് എന്താണ് ആധാർ കാർഡ്. 3 ചോദിക്കാൻ കാരണം ഞാൻ നടന്നാണ് വരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ സിക്കിമിൽ കുറച്ച് നമ്മളെന്താണ് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. ഇതൊക്കെ എന്താണ്, ഹോം സ്റ്റേ ആണോ ഫുഡാണോ ഒന്നും എനിക്കറിയില്ല. ഫുഡ് കഴിക്കാൻ കുറേ നോക്കി, വെറ്റ് കഴിക്കാൻ വിചാരിച്ചാൽ അതിനുള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ കാണുന്നില്ല. നല്ല തണുപ്പുണ്ട്. ഇതെന്താ വീടാണോ, ഒരു ഹോം സ്റ്റേക്ക് വേണ്ടി ഞാൻ കുറേ ആയിരുന്നു നടക്കുന്നത്, പക്ഷെ എവിടെയും കിട്ടുന്നില്ല. ഇത് ടിങ്ഡ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ എന്താണ് സ്ഥലങ്ങളാണ് കേട്ടോ, വീടുകളും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഡെവലപ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ സിക്കിം. നമ്മൾ നേപ്പാൾ പോലെയല്ല. ഇനി ഉൾഗ്രാമങ്ങളിൽ എത്തിപ്പോയാലും എനിക്കറിയും ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ ഒരു വേർത്തുന്നൊരു ഫീലിംഗ് ആണ്. നോക്കിയാൽ തണുത്ത കാലാവസ്ഥ അടിപൊളിയാണ് കേട്ടോ. ഇത് മരം കൊണ്ടാണ് വീടുണ്ടാക്കിയത്. നേപ്പാളിൽ ഞാൻ കണ്ടായിരുന്നു മരം കൊണ്ടുണ്ടാക്കിയ വീട്, പക്ഷെ ഇവിടുത്തെ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. വീണ്ടും കുടിവെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. വെള്ളം നോക്കിയാൽ ഫ്രഷാണ്. സ്ഥലം നോക്കിയാൽ അതുപോലെ തന്നെ മൊത്തം മൂടൽ മഞ്ഞാണ്. ദൂരെ മലമുകളിൽ നിന്ന് എവിടുന്നോ വരുന്നൊരു കുടിവെള്ളമാണ്. കഴുകി എനിക്കൊന്നുകൂടെ എടുക്കാം. പാട്ടൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ കേട്ടോ, ഇയർഫോൺ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടോ, എന്താണല്ലേ. കുടിച്ച് കാണിച്ചരാ, കള്ളത്തരം പറയുന്നല്ല. അടിപൊളി കേട്ടോ. ഞാനിങ്ങനെ ഇതിലൂടെ നടന്നു പോവാണ്. അപ്പോൾ ഒരാളെ കണ്ടിട്ടുണ്ട്. हाय जी, नमस्ते। नमस्ते नमस्ते। नाम क्या है? बावजल बुशरपा। किधर जाने के लिए? अरे मैं गाय बैल देखने के लिए। आपका गाय है? हाँ, गाय। एक गाय है। गाय एक गाय। मेरा देखे। ठीक है, धन्यवाद। പുള്ളിക്കാരൻ സിക്കിമാരനാണ്. താങ്ക് യു. മൊത്തം മഴയാണ്. എൻ്റെ ലെൻസിലൊക്കെ, ക്യാമറൻ്റെ ലെൻസിലൊക്കെ മഴ വെള്ളം കയറിയിട്ടുണ്ട് കണ്ടോ. എന്തായാലും വേറെ തന്നെ ആംബിയൻസ് ആണ്, പൊളി വൈബാണെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു മഴയും തണുപ്പും കോടമഞ്ഞും എല്ലാം എൻ്റെ ഹൃദയത്തിൽ പതിയുന്നത് പോലെയാണ് എൻ്റെ യാത്രകൾ. ഞാൻ ഇതിലൂടെ നടന്നു പോകുമ്പം ഒരു വീട്ടിന് മുമ്പിൽ കണ്ട കേട്ടോ ഓൺ ഫാം കളക്ഷൻ സെൻറ്റർ. അതായത് ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വിൽക്കാൻ വെച്ചതാണ്. നമ്മുടെ മത്തങ്ങയാണോ, കുമ്പളങ്ങയില്ലേ, കുമ്പളങ്ങ, പിന്നെ അരി, എന്തൊക്കെ ഒരു സാധനങ്ങൾ കേട്ടോ. കടിച്ച് കയ്പൊക്കെ ഒക്കെ ഇതുപോലെ അറിയില്ല. പിന്നെ അമരക്കയോ അങ്ങനെയൊക്കെ ഇതിനെ പറയാം. ഇഞ്ചി ആയാലും എന്തൊക്കെയുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ വറവാക്കുന്ന ഇലയാണ്. ആഹാ, ക്യാരറ്റോ മുള്ളങ്കിയോ കാബേജ് എന്തൊക്കെ ഐറ്റംസ് കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സബ്ജീസാണ് കേട്ടോ, ഇലക്കറികൾ, ഇല പോലത്തെ സാധനങ്ങൾ ഇവർ വറവാക്കും നല്ലതുപോലെ. വളരെ ടേസ്റ്റാണ്. അത് മലയോര കൾച്ചറാണ് കേട്ടോ. നേപ്പാളിലും ധാരാളം അവൈലബിൾ ആണ്, സിക്കിമിലും അവൈലബിൾ ആണ്. ഇതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഓർഗാനിക് അന്തരീക്ഷം തന്നെയാണ് നമുക്കിവിടെ കാണാനും സാധിക്കുന്നത്. ടുർഗോങ് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗ്രാമത്തിലെ ഓരോരോ വീടുകളും അത് മാത്രമല്ല അവരെ കൃഷി കണ്ടോ, വാഴയാണ് പ്രധാനമായിട്ട് കാണുന്നത്. നമ്മളെ മാങ്ങ മരം, പേരക്കയൊക്കെ ഉണ്ട്. താഴെയാണ് എന്താണ് ഇത് വരുന്നത്, നമ്മളെ വെജിറ്റബിൾസിൻ്റെ കൃഷിയില്ലേ, തക്കാളി അങ്ങനത്തെ ഒക്കെ, അതൊക്കെ അവിടെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. പിന്നെ പയർ വർഗ്ഗങ്ങളും ധാരാളമായിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണല്ലോ വീട് കാണാൻ വേണ്ടി. ഇത് കണ്ടോ, വേലിയാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷെ ഇവരെ വീടുണ്ടാക്കിയ മെറ്റീരിയൽ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ആംബിയൻസ്
പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലാണ് ഇവിടുത്തെ വീടുകളെന്ന് പറയാ. എന്ത് രസമാണ്. തുമങ് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ്. അങ്ങ് ദൂരെ നോക്കിയാൽ ഒരു 4 വീടുകൾ കാണാൻ സാധിക്കും. റോഡ് സൈഡിൽ തന്നെയാണ് വീടുകൾ വരുന്നത്. പക്ഷേ ഇവരെ ആംബിയൻസൊക്കെ സത്യം പറയാലോ അസൂയും കുശുമ്പൊക്കെ തോന്നാറുണ്ട്. ഇത്രയും സുന്ദരമായ ഭൂമിയിൽ ജീവിക്കുന്നവരെ പിന്നെ ഞാൻ എന്താണ് വിശേഷിപ്പിക്കുക? നിങ്ങൾ തന്നെ പറ. മരങ്ങളൊക്കെ ശേഖരിക്കുന്ന ഇവർ കാടുകളിൽ തന്നെയാണ്. കണ്ടോ, അവിടെയൊക്കെ മരം മുറിച്ചതിൻ്റെ അടയാളമുണ്ട്. സുന്ദരമാണ് കേട്ടോ. അടുപ്പൊക്കെ പറഞ്ഞാൽ ഇതുണ്ട്, നമ്മുടെ പഴയ രീതിയിൽ അടുപ്പും ഗ്യാസും ഒക്കെ ഉണ്ട്. കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ ഡെവലപ്ഡ് ആണ് കേട്ടോ. ആൾക്കാർക്ക് വേണ്ട സൗകര്യമൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. കുറേ ദൂരം നടന്ന് ഒരു കല്ല് കണ്ടപ്പോൾ ഇരിക്കുന്ന കേട്ടോ എൻ്റെ സാധനങ്ങൾ വെച്ചിട്ട്. പക്ഷേ ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, എന്ത് രസമാണ്. നമ്മൾ ഈ സ്ഥലത്തൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം കാര്യങ്ങളൊക്കെ അത് വളരെ ഡിഫറെൻ്റ് ആണ്. പിന്നെ അത്യാവശ്യം വെയിൽ വന്നുകൊണ്ട് ഞാൻ തൊപ്പിയെടുത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു വെയിൽ കൂടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമുക്ക്. കാരണം കാണുന്ന കാഴ്ചകളൊക്കെ ഷുവറായും കാണണമെങ്കിൽ വെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്നലെ കരുതിയ വെള്ളമാണ് ഞാൻ, വേറെ വെള്ളം കിട്ടിയിട്ടില്ല. ഇനി പോകുന്ന വഴിക്കുന്ന് കുടിവെള്ളമൊക്കെ കിട്ടും. എന്താ പറയുക, സിക്കിം മസ്റ്റ് വിസിറ്റ് കേട്ടോ. നിങ്ങൾ ലൈഫിൽ തന്നെ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുന്നവർക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും. പക്ഷേ നല്ല പൈസയൊക്കെ ചിലവാക്കി പോകുന്നവർക്ക് കാണാൻ കുറേ ഉണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വേറെ ഡിഫറെൻറ്റ് ലൈഫ് തന്നെ സിക്കിമിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഫിയാങ് എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്താണ് ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി നോക്കിയേ, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്. കൂടാതെ ഇവിടെ ഒരു ബുദ്ധ മൊണാസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് തൂണുകളുണ്ട്. നമ്മൾ തൂണെന്ന് പറയുന്നത് എളുപ്പമായിട്ടാണ്, പക്ഷെ അതിന് വേറൊരു പേരുണ്ട്. ഗൂമ്പ എന്നാണ് കേട്ടോ മൊണാസ്ട്രിക്ക് നേപ്പാൾ ഭാഷയായാലും സിക്കിം ഭാഷയായാലും ലഡാക്കിലായാലും പറയുന്നത്. ഇത് കണ്ടോ, എന്താണല്ലേ ഈ അന്തരീക്ഷമാണ് കേട്ടോ എടുത്തു പറയേണ്ടത്. വളരെ പുരാണമായ ഒരു പഴയ കാലത്തെ ഒരു ബുദ്ധ മൊണാസ്ട്രി ഉണ്ട്. അതുകൂടി ഞാൻ ഉൾപ്പെടുത്താൻ നോക്കാം ഈ പോകുന്ന വഴിക്കാണ്. ഇപ്പോൾ ഞാൻ പോകുന്നൊരു ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ എവിടെയോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞേ. അങ്ങനെയാണ് ഒന്ന് പോയി നോക്കാൻ വേണ്ടി വന്നതാണ്. അതിനിടയിൽ ഇതുകൂടി എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം ഒരു രക്ഷയിൽ. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയാൽ ലക്ഷറി ആണെന്ന് പറയും കേട്ടോ. ഞാൻ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ അത് മാത്രമല്ല, അത്യാവശ്യം റിച്ച് പേഴ്സൺസ് ആണ്. താഴത്തൊരു ആംബിയൻസ് ഉണ്ടോ വീട്ടിലൊക്കെ. സത്യം പറഞ്ഞാൽ കൊതിയാവുന്നു കേട്ടോ ഇവരെ വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. എന്തിനാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ട സത്യം പറഞ്ഞ സുഹൃത്തുക്കളെ? ഇവരാണ് യഥാർത്ഥ മനുഷ്യർ. കാരണം പ്രകൃതിയെ സ്നേഹിച്ച് ജീവിക്കുന്നു. കൃഷി കാര്യങ്ങൾ, ആരോഗ്യം, കൾച്ചർ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരെ വീടും പരിസരമൊക്കെ. എന്താ ശൈലി, ആർക്കിടെക്ചർ നോക്കിയാൽ എന്ത് രസം. ഇഷ്ടിക തോന്നുന്നുണ്ട്. ഇഷ്ടികയും പാറക്കല്ലൊക്കെയാണ് വീട്. പക്ഷേ നല്ല എക്സ്പെൻസീവുള്ള സ്ഥലങ്ങളാണ് കേട്ടോ വീട് കെട്ടാനായാലും എല്ലാം. ഇതിലൂടെയാണ് എവിടെ ഒരു ഹോം സ്റ്റേ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി നോക്കണം. അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ്. എന്തോ പരിസരം കണ്ടല്ലോ, പെർഫെക്റ്റ് ക്ലീനാണ് കേട്ടോ. ഒരു കച്ചറോ പ്ലാസ്റ്റിക് മാലിന്യമോ നമുക്ക് കാണിച്ചു തരാൻ പോലും ഉണ്ടാവില്ല. അത്രയും ക്ലീനാണ് ഇവിടെയൊക്കെ. ഇവിടുത്തെ വീട് കണ്ടോ എന്ത് രസമാണ്. അമ്പഴങ്ങയാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് അമ്പഴങ്ങയാണ് കണ്ടിച്ച് തോന്നുന്നത്. ഇവിടെ ചെറിയ കുളമൊക്കെ ഉണ്ട് ഈ ഒരു വീട്ടിൻ്റെ ഭാഗത്ത്. ഇതൊക്കെയാണ് കേട്ടോ സ്വർഗം എന്ന് പറയുന്നത്. ഹോം സ്റ്റേ കിതറേ ഇതരിയേ? ഓ ആപ്ക കോൾ കർത്തേ. ഓക്കെ, നമുക്ക് ഇവിടെയാണ് പോകേണ്ടത്. ഇവിടെ മുളയാണ് കേട്ടോ ഇവിടുത്തെ വീട്ടിലേക്ക് പോകേണ്ട വഴി കണ്ടോ. आपका नाम क्या है? आचिंग लेप्चा। आपका शेरपा लैंग्वेज है? शेरपा का लेप्चा नेपाली है? अलग है സിക്കിം से? ഓക്കെ, താങ്ക് യു, ധന്യവാദ്. നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ്റെ ജസ്റ്റ് നമുക്ക് ചോദിച്ചു നോക്കാം എത്രയാണ് ഇവിടെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തൊരു ആംബിയൻസ് ആണല്ലോ. ഈ വാട്സ് നാം അച്ചാർ का അതായത് നമ്മുടെ അമ്പഴങ്ങയാണ് കേട്ടോ കേരളത്തിൽ പറയുന്ന വാക്ക്. ഇതേതൊരു പട്ടിക്കുട്ടൻ. എൻ്റെ അമ്മ എന്തൊരു ആംബിയൻസ് ഉള്ള വീടും കാര്യങ്ങളൊക്കെ നോക്കി. വാട്ട്സ് ദ നെയിം ഓഫ് യുവർ ഹോം സ്റ്റേ? കുംശാലി. വില്ലേജ് നെയിം? ഫിയാങ്. गाँव नेम? पेंसंग। ठीक है, पेंसंग कुंसाली. ഇതൊക്കെ ഇരിക്കേണ്ട സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഒരു ഫോറസ്റ്റ് ആംബിയൻസും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു സ്ഥലമാണ്. ഹായ്, നമസ്തേ. കിതറേ? ഓക്കെ, നമുക്കെന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കാം എത്രയാണ് പൈസയും കാര്യങ്ങളൊക്കെ വരുവാണെന്ന്. നമസ്തേ മാതാജി. എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ठीक है, बहुत अच्छा है नेचर, ओरिजिनल नेचर. इधर ही कहीं है
वो हाँ ये मकई मक्का इधर ही है जी हाँ ओके वो ऑर्गेनिक का है ഒമ്പോ खेती में बनाता है അത് നമ്മളെ ചോളാണ് കേട്ടോ ഈ കാണുന്നത് സംഭവം എന്തായാലും അടിപൊളിയാക്കിയിട്ട് ഇവരൊരു സെറ്റപ്പ് സ്വർഗം എന്താണോ നമുക്ക് കാണാം കേട്ടോ സ്വർഗമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ ഒരു റാബറ്റ് ഓക്കെ മുയലുണ്ടോ മുയലിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് കൂടി ഉണ്ട് കേട്ടോ സംഭവം അടിപൊളിയായിരിക്കുന്നു ഇത് ഓറഞ്ച് ऑरेंज ഫ്രഷ് ഓറഞ്ച് जी हाँ ഒമ്പോ ഓറഞ്ച് വരെ ഉണ്ടല്ലോ ഇവിടെ ഇതാണ് കേട്ടോ സിക്കിമിലെ ഓർഗാനിക് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരച്ച് വെച്ചതുപോലെയാണ് നമ്മുടെ സ്വപ്നം ഈ മിർച്ചിയെ मिर्ची है ലാൽ മിർച്ചി നമ്മള് डल्लो റൗണ്ട് വാല ബൗത്ത് खतरा है ടീക്ക് നല്ല എരിവുള്ളൊരു മുളകാണ് ഈ കാണുന്നത് ലാൽ മിർച്ചി എന്ന് പറയും ഇത് ഇവരെ ഇതിൻ്റെ അകമ്പാകട്ടെ ഇത് കോൺസെപ്റ്റ് ഫ്ലവർ ये लीलम ലീലം അത് ഫേമസ് ആണെന്ന് പറഞ്ഞു കേട്ടോ എനിക്കത് കറക്റ്റ് हॉर्टिकल्चर डिपार्टमेंट देता है वो ഓ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് हॉर्टिकल्चर डिपार्टमेंट ടീക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് കേട്ടോ നമ്മളെ റായി സബ്ജിയാണ് ഈ കാണുന്നത് റായിയെ राइस റായി സബ്ജി ഓക്കെ നമ്മളെ ഇലക്കറീൻ്റെ സംഭവങ്ങളാണ് പക്ഷേ അത് അടിപൊളിയായിരിക്കുന്നു കേട്ടോ ഒരു ഒറിജിനൽ ഓർഗാനിക് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ് ज़्यादा ഓക്കെ നമുക്ക് പുള്ളിക്കാരൻ അത്രയും ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇത് കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് मूला ऐसा मूला हाँ मेरा मालूम है मूला इसे होटल में चावल का सेड है कट 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 ठीक है बहुत हेल्ത്തി है ഇത് മൂള എന്ന് പറയും കേട്ടോ വൈറ്റ് കണ്ടോ നമ്മുടെ നാട്ടിൽ ക്യാരറ്റ് പറഞ്ഞതിൻ്റെ വേറൊരു ടൈപ്പ് അടിപൊളിയായിരിക്കുന്നു കേട്ടോ आपका उम्र कितना है मेरा 55 5.5 ഓക്കെ പുള്ളി आपका हेल्थ बहुत अच्छा है പുള്ളിക്കാരൻ നല്ല ഓർഗാനിക് ലൈഫ് കൊണ്ടുപോകുന്നുണ്ട് ഇത്രയും ആരോഗ്യമുള്ള ജനതയോടെ ഉള്ളത് കൃഷിയുടെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂടെ നിൽക്കണം हाँ लाल मिर्ची ये बहुत है वो एक पीस में हाँ इधर में अचार बनाएगा सब है എന്തായാലും ഇവരെ ഓർഗാനിക് ലൈഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി അടുക്കള ഞാൻ പരിചയപ്പെടുത്തരാം എല്ലാം ഓർഗാനിക് ആണ് കേട്ടോ ഇവരുടെ ജീവിതം ഇതൊരു കിച്ചണേ അമ്പോ यहाँ से बनाता है किचन में चूल्हा में बनाते हैं लकड़ी के ഈ പുരാണ സ്റ്റൈൽ पहले का है പേലക്ക സ്റ്റൈൽ जी हाँ हम ये बम खाना सब ऑर्गेनिक का वो लकड़ी का बनाता है गैस सब नहीं है यहाँ से थोड़ा ओ अलग गैस है इधर ही सीमेंट में बनाता है वो खाना पीना सब इधर बनाता है അച്ഛാ ബഹുത്ത് അച്ഛാ സെറ്റപ്പ് എന്ത് സന്തോഷമാണ് ഒരു മനുഷ്യൻ്റെ മുഖത്തുനിന്ന് കൂടി നിങ്ങൾ നോക്കണം ഇത് ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ആക്കി ഭക്ഷണമാക്കുന്ന പ്ലേറ്റ്സാണ് ഈ കാണുന്നത് ഇത് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ എൻ്റെ ഗ്ലാസിൻ്റെ സെറ്റപ്പ് കണ്ടോ ഇവിടെ ചായ കൊടുക്കുമ്പോൾ നമ്മൾ അടച്ചിട്ടാണ് കൊടുക്കുക കേട്ടോ ഇതാണ് ഇവർ ഒരു ബുദ്ധ കൾച്ചറൊക്കെ ആയിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഈ ക്യായ बेम्बो ബെമ്പു पीता है ना തുപ്പാക്ക तुपा नहीं वो बेम्बो पीता है പീത്താക്ക ഓക്കെ Drinks. ड्रिंक्स वो ऑर्गेनिक का ड्रिंक्स ओ इसे पाइप है रेल में ऐसा पीता है ठीक है इसमें वो डाल के इसे वो ये लगा के अंदर में क्या ऐसा है पीता है। दारू सब वो ऐसा होता है अंदर ऐसा होता है ऐसा क्या है ये दाना ऐसा होता है वो ये मस्टर्ड है मास्टर वो इसका इसे दारू है दारू बोलता है दारू दालू ओके अल्कोहल जी हाँ ഓക്കെ ഇസ് എൻജോയിങ് जी हाँ ठीक है എന്തൊക്കെയോ സിസ്റ്റം കേട്ടോ അത്ഭുതം തോന്നി എനിക്ക് പാനി പീത്ത ഇതരി മേ जी हाँ പാനി थोड़ा वो गर्म पानी डालना पड़ेगा गर्म पानी डाल के 10 मिनट रखना पड़ेगा ഓക്കെ पीना पड़ेगा ഇത് ഓർഗാനിക് ऑर्गेनिक का है അമ്പോ വളരെ സെറ്റപ്പ് ആട്ടോ ഡിഫറെൻറ്റ് ലൈഫ് എന്നാണെന്ന് പറയാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത് അമ്പഴങ്ങ എന്നാണ് പറഞ്ഞത് പക്ഷേ സോറി ഇത് അമ്പഴങ്ങയല്ല ഇത് മൻസൂറ എന്ന് പറഞ്ഞാൽ ഇവരൊരു ഭാഷ അങ്ങനെയാണ് കേട്ടോ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ സിൽവർ ബെറി എന്നൊക്കെയാണ് കാണിക്കുന്നത് ഇത് അത്യാവശ്യം സിക്കിം നമ്മൾ ഇന്ത്യയിലെ നോർത്ത് സിക്കിം ഏരിയകളിലൊക്കെയാണ് ഇത് കാണുന്നത് അധികം നോർത്ത് ഈസ്റ്റ് ഏരിയകളിൽ അവിടെയാണ് ഇത് അധികമായിട്ട് വളരുന്നത് കേരളത്തിലുണ്ടെങ്കിൽ നിങ്ങളത് പറയാം കേട്ടോ അമ്പഴങ്ങയല്ല എനിക്ക് തെറ്റിപ്പോയതാണ് പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നി കേട്ടോ അമ്പഴങ്ങക്ക് ഇങ്ങനെ റെഡ് കളർ വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കൂടാത്തുണ്ടോ മീൻ വളർത്തുന്നുണ്ട് ഇവിടെ നല്ലതുപോലെ ഫിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആൾക്കാർ വന്ന നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള മത്സ്യങ്ങളാണെന്ന് ഇവർ പറഞ്ഞത് ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ എല്ലാം അലോഡാണ് ഈ ഒരു ഏരിയയിൽ എന്തായാലും ഇവരുടെ ആംബിയൻസും ഹോം സ്റ്റേ ഒക്കെ എന്താണ് പറയുക അത്രയും പ്യുവറാണ് വീടിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് എൻ്റെ ഇവരെ ആംബിയൻസ് ഒരു രക്ഷയില്ലാട്ടോ ഈ ഒരു ഗ്രാമത്തിൽ ഈ ഒരു വീട് പറയുന്നത് സഞ്ചാരികൾ വന്നാൽ തീർച്ചയായും ഇഷ്ടപ്പെടും ഈ ഫോറിനേഴ്സൊക്കെ വന്നാൽ ഒരു മാസം വരെ ഇവിടെ നിൽക്കാറുണ്ടെന്നാണ് പറയുന്നത് ടോപ്പ് ആംബിയൻസ് അമ്പോ ഓ बहुत अच्छा है എന്താ ഇതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇത്രയും എന്താണ് പറയല്ലോ ഓർഗാനിക് ലൈഫ് അതിനിടയിൽ നമുക്ക് താമസിക്കാം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര ദിവസമാണ് ഇവിടെ താമസിക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് ഇവിടെ കണ്ട ചെറിയ ഓറഞ്ചിൻ്റെ ഒക്കെ
എനിക്കിഷ്ടപ്പെട്ടു സംഭവമൊക്കെ അടിപൊളി ഇവർ ആംബിയൻസ് ബഹുത്ത് അച്ഛാ സെറ്റപ്പ് കാത്തേ ഭയങ്കര പുളിയാണ് കേട്ടോ. ഞാനിത് ട്രൈ ചെയ്തായിരുന്നു. നോർത്ത് സിക്കിം ഫെൻസൽ ഗഞ്ചൽ ഗാവ് കാ നാം. ഓക്കെ, ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ സീസൺ ടൈം, മാർച്ച് മാസത്തിലൊക്കെ. എന്തെങ്കിലും കണ്ടപ്പോൾ അനുഭവം തോന്നി കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സാണ് ഇവിടെ കാണുന്നത്. കേരളത്തിൽ ഇതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ജംഗിളേ, ഞാൻ ഈ പുള്ളിക്കാരൻ്റെ കൂടെ അവരെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാട് ഏരിയകളിലേക്ക് പോവാണ്. ഇത് കിങ് കോബ്രയെ ജംഗിളുമേ നമ്മളെ രാജവമ്പാല ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു കാട് ഭാഗത്തൊക്കെ. വില്ലേജ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ. ഓഹോ, ഇതിന് ഡെയിലി പൈതല്ലേ. എന്തായാലും ഗ്രാമത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാം നമുക്ക്. ഒരു നല്ല മനുഷ്യൻ കേട്ടോ. इसका दूरी भी बनाता है, इसका इसका क्या बनाते हैं? दूरी ऐसा, इसका बांधने के लिए हाँ ऐसा, वो हाँ लकड़ी बांधने के लिए ओके रोप സ്ട്രോങ് है स्ट्रॉन्ग है. നമ്മളെ കയറല്ലേ, കയറായിട്ട് ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. ഇതിന്റെ തൊലി ठीक है बहुत अच्छा है. ബാമ്പു മേ ലോക്ക് करते हैं. बैम्बू भी लॉक करता നമ്മളെ മുളയില്ലേ, മുള ലോക്ക് കെട്ടിയിട്ട് ലോക്കാക്കാൻ ഉപയോഗിക്കുന്ന പറഞ്ഞത്. പ്യുവറാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ. ഒറിജിനൽ ഗോൾഡ് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനത്തെ ജനങ്ങളാണ് ഇവിടെ. है. इसका फूल है. हाँ ओ बहुत ज्यादा है. इसका नाम क्या है? इसका नाम तो हमारे को भाषा में तो दे बोलते हैं. दे दे आपका भाषा नेपाली भाषा. नेपाली नहीं, कोटी भाषा. ओके, इधर कुत्ता बहुत ज्यादा है. इसका तो वो बाउंड्री के പട്ടികളൊക്കെ എന്താണ് കുറച്ച് തുടങ്ങി കേട്ടോ ഓരോ സ്ഥലത്തുനിന്ന്. ഇതിന് കുത്ത बहुत सही से वो सब ड्यूटी ഡ്യൂട്ടി है अलग आदमी का वो നമ്മളെപ്പോലുള്ള ആൾക്കാരെ വന്നാൽ കുറക്കും കേട്ടോ. എന്ത് രസമാണല്ലോ ഇവരെ പ്രകൃതി കാണാൻ വേണ്ടി. എന്ത് സുന്ദരമായിരിക്കുന്നു. മസ്റ്റാർഡ് मतलब वो ഓക്കെ. क्या बोलते हैं सब्जी का वो क्या आपका भाषा में मस्टर्ड का क्या बोलिए? तब से बोलता है, तब से लड़ाई बुद्ध भाषा. बोलते भाषा में ओके, वो बहुत ज्यादा कुत्ता है. ड्यूटी करता है. ड्यूटी है सिक्योरिटी गार्ड. സെക്യൂരിറ്റി ഗാർഡ്. ഓ, ഇവിടെ കണ്ടോ മൊത്തം കടുകുണ്ട് നല്ല പോലെ. എന്നെ കാണിച്ചു തരുന്നു ഗ്രാമത്തിന്റെ ഉൾഭാഗം. ഒമ്പോ बहुत ज्यादा है. ആ ഇസേ മൂള ഞാൻ പറഞ്ഞല്ലോ ക്യാരറ്റ് പോലത്തെ വേറെ സൈപ്പാണ് കേട്ടോ. ഇതിന്റെ വെള്ള കളറിൻ്റെതാണ്. പട്ടികളൊക്കെ അന്നെ കണ്ടിച്ച് ഡ്യൂട്ടി തുടങ്ങിയ നേരെ ന്യൂ ആത്മീയ ഇതർ. इसमें गाजर बोलता है ना उसका, हाँ वो सब खत्म हुआ था. ओ कैरेट है. ओ इसे खराब है. वो कीड़ाणु कीड़ा खाया. ओके, कैरेट ഉണ്ടോ കേട്ടോ. അമ്പോ इसका आपका केद है? आपका है बहुत अच्छा है. ഇത് നോക്കി ഇവിടെ മൊത്തം ഉണ്ട്. എന്താണ് നമ്മളെ കടുകുണ്ട്, പിന്നെ മൂള പറഞ്ഞ കണ്ടോ. ഒമ്പോ ഓ बहुत बड़ा है. ये सब खत्म हुआ. ഓ ഈ കീടാണു ഇപ്പൊ അവളെ ये सब कोई खा के കഥം खाया. കാത്തേ. खत्म. ഇതുണ്ടോ കോളിഫ്ലവർ ആണ്. ഒമ്പോ बहुत बढ़िया है. सब ऑर्गेनिक का है. सब ऑर्गेनिक है. इसका सीजन टाइम मस्टर्ड में सीजन टाइम है मार्च में सीजन मार्च जून सितंबर अक्टूबर करेक्ट सीजन. नवंबर दिसंबर ओके ठीक है. 4 महीना. 4 महीने में. इधर में भालू है. हिमाल भी है. हिमाल में भालू है. टाइगर है. टाइगर नहीं है, वो लेपर्ड पुली. हाँ फॉक्स. ओके, वाइल्ड फॉक्स. Yeah. वाइल्ड डॉग्स आल्सो. वाइल्ड डॉग भी है. एक स्नेक्स है. सर्प स्नेक भी है. वो किंग कोबरा में भी है. दूसरा बहुत है. किंग कोबरा बहुत डेंजर है. बहुत डेंजर है. इधर ही में किंग कोबरा है. इधर तो नहीं, वो जंगल में पेड़ में. जी हाँ, पेड़ में ना, वो पत्थर के नीचे. आपका देखते हैं പുള്ളിക്കാരെ രാജവമ്പാലിനെ ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ബാലുമേ പഹാड़ में बहुत ज्यादा है. बालू तो पहाड़ में रहता है, जंगल में बहुत ज्यादा है. ओके, इधर का नहीं है. अभी तो नहीं है. सम टाइम कभी आता है वो. वो क्या बागरा में अटैक कर. ബക്ര നമ്മളെ ആടുകളെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്നാണ് പറയുന്നത്. ठीक है, सम टाइम
പുള്ളിക്കാരൻ്റെ കൃഷിയിടം കേട്ടോ. നമ്മുടെ ഹോം സ്റ്റേ അങ്ങ് ദൂരെയാണ് ഉള്ളത്. എന്തായാലും ഒരു അടിപൊളി ആംബിയൻസ് കിട്ടുന്ന സ്ഥലമാണ്. ഇഷ്ടപ്പെട്ട് നമ്മളെ കൂടെ നിൽക്കണം കേട്ടോ യാത്രയിൽ. സംഭവം ഭക്ഷണം വന്നിട്ടുണ്ട്. ഇത് ഇവിടെ സബ്ജിയാണ് കേട്ടോ. റായി എന്ന് പറഞ്ഞ സബ്ജി എന്തോ അരച്ചുണ്ടാക്കിയതാണ്. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ ഉണ്ടോ പലതരം പച്ചക്കറികൾ കൂടി ഉണ്ടാക്കിയൊരു വറവാണ്. പിന്നെ നമ്മളെ ചാവലാണ്, അച്ചാറ്. പിന്നെ ഇതും അച്ചാറാണ് കേട്ടോ. ഇത് മുളക് എന്തോ ആണ്, മുളക് ഉപ്പും മധുരമൊക്കെ ഇട്ട് ആക്കിയ സംഭവം കേട്ടോ. വായിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓംലെറ്റ് ഓംലെറ്റ് റെഡിയേ ബടാ ഫിനിഷ്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം. ഈ ഒരു ഹോം സ്റ്റേയിൽ യാത്രയിൽ വളരെ അപൂർവമാണ് ഇങ്ങനെയുള്ള ഹോം സ്റ്റേയിലൊക്കെ ഞാൻ കിടന്നുറങ്ങുന്നത്. പക്ഷെ എങ്ങനെ നമുക്ക് റൂം വീട്ടിലൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്താ സമയം ആവശ്യം 12 മുക്കാൽ 1 മണിയാകും. പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഞാൻ യാത്ര ചെയ്യും. ഇതൊക്കെ കേട്ടോ യാത്രയിലെ സത്യാവസ്ഥ. എൻ്റെ മുടിയൊക്കെ കണ്ടോ ആകെ ടയേർഡായിരിക്കുവാണ്. കാരണം ഇന്ന് നടന്ന ദൂരം എന്ന് പറഞ്ഞാൽ 18-19 കിലോമീറ്റർ നടന്നു. നല്ല മലയോര പ്രദേശമായിരുന്നു. അപ്പോൾ എന്താണ്, കൂടെ നിൽക്കുക. സിക്കിമിൻ്റെ കാഴ്ചകൾ തുടർന്നു കൊണ്ടേയിരിക്കുവാണ്. സിക്കിം ഇഷ്ടപ്പെട്ട തീർച്ചയായും കമൻറ്റ് ചെയ്യട്ടോ. ഇതല്ല, ഇത് ഒരു സ്റ്റാർട്ടിംഗ് ആണ് സിക്കിമിൻ്റെ. യഥാർത്ഥ മലയോര ഗ്രാമങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ബഡ്ജറ്റ് യാത്ര ചെയ്യുന്നവർക്ക് സിക്കിം ഭയങ്കര പ്രശ്നമാണ്. ആൾക്കാരും എല്ലാവരും അടിപൊളിയാണ്. ഇവിടുത്തെ നിയമം വരെ അടിപൊളിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും സേഫാണ് സിക്കിം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്. അത്രയേ ഉള്ളൂ. 4-5 ഡിസ്ട്രിക്ട് വരുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ്. അപ്പം ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പവർ ബാങ്ക് അങ്ങോട്ട് ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ വീണ്ടും ഇവിടുന്ന് പോകും. എനിക്കിവിടെ നിൽക്കണമെന്നുണ്ട്. പക്ഷേ അധിക ദിവസം നമ്മളിവിടെ താമസിക്കാൻ ഇവർക്കാവില്ല. കാരണം ഇത് ഹോമാണ്, വീടാണ്. വേറെ കസ്റ്റമർ വന്ന് അവർ കൂട്ടത്തോടെ കിടക്കുന്ന സ്ഥലമാണ്. എന്തായാലും തൽക്കാലം പോവുകയാണ്. ഗുഡ് നൈറ്റ്. കൂടി ഉണ്ടാവണം. നല്ല നല്ല കണ്ടന്റ് കൊണ്ടുവരാൻ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് നല്ല നല്ല കണ്ടന്റ് കൊണ്ടുവരാൻ പറ്റൂ. കാരണം യാത്ര നടന്നാണ്.